ഭവന നിർമ്മാണത്തിന് 10 കോടി രൂപയുൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി ചെർപ്പളശ്ശേരി നഗരസഭ 2026-2027 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 121.51 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചൊവ്വാഴ്ച വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. നഗരസഭയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻബാക്കി ഉൾപ്പെടെ ആകെ 121,51,11,177 രൂപ വരവും 94,64,36,500 രൂപ ചിലവും 26,86,74,677 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചെർപ്പളശ്ശേരി നഗരസഭയിൽ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ ചൊവ്വാഴ്ച അവതരിപ്പിച്ചത്. ചെലവുകൾക്കായുള്ള വകയിരുത്തലുകളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബജറ്റിൽ നഗരസഭയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഇടം പിടിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണം, റോഡുകൾ, കുടിവെള്ളം, മാലിന്യ പരിപാലനം എന്നിവയ്ക്കും കാർഷിക ക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ നൽകിയാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ചെർപ്പളശ്ശേരി നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് ഈ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഈ കൗൺസിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബഡ്ജറ്റാണ് നഗരസഭയുടെ പൊതുവികസന കാഴ്ചപ്പാടും നയസമീപനവും നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ചെയർപേഴ്സൺ മുന്നോട്ട് വെച്ച സമഗ്ര വികസന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടുള്ള മുൻഗണനകളും വകയിരുത്തലുകളും യാഥാർത്ഥ്യമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ധന മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ട് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ വിഭവ സമാഹരണവും മുൻഗണനകൾക്ക് അനുസൃതമായിട്ടുള്ള വകയിരുത്തലുകളുമാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സുതാര്യതയ്ക്കും കൗൺസിലർമാരുടെയും പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിലയിരുത്തലിനും വേണ്ടി ബഡ്ജറ്റ് പട്ടികകളുടെ മുഴുവൻ പേജും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ ഈ ബഡ്ജറ്റിലേക്ക് ഓരോ കൗൺസിലറും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലവിലുള്ള PMAY ഭവന പദ്ധതിക്ക് പുറമെ കുറഞ്ഞത് 500 കുടുംബങ്ങൾക്കെങ്കിലും വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 10 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ PMAY നിലവിലെ DPR-ലുള്ളവർക്ക് നഗരസഭ വിഹിതമായും PMAY തിരിച്ചടവായും 1.3 കോടി രൂപയും വകയിരുത്തി. ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 2.78 കോടി, നഗരസഭയിലെ ജനങ്ങളുടെ ഉപയോഗത്തിനായി ആംബുലൻസ് വാങ്ങുന്നതിന് 10 ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. വൃക്കരോഗികൾക്കായി ഹൃദ്യം പദ്ധതി, ക്ഷയരോഗികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണ പദ്ധതി, ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി, കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് മരുന്ന് നൽകുന്ന പദ്ധതി എന്നിവയെല്ലാം ബജറ്റിലെ പ്രത്യേക പദ്ധതികളാണ്. ശുചിത്വം, മാലിന്യ പരിപാലനം എന്നിവയ്ക്കായി 9.03 കോടി, സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി 18.22 കോടി, വയോജനങ്ങളുടെ പരിരക്ഷയ്ക്കും മാനസികോല്ലാസത്തിനുമുള്ള പദ്ധതികൾക്ക് 34.18 ലക്ഷം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി 83.50 ലക്ഷം, പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1.99 കോടി, പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന് 2 കോടി, നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണത്തിന് 12 കോടി, കാളിക്കടവ് ടൂറിസത്തിന് 3 കോടി, കച്ചേരിക്കുന്നിൽ പാർക്ക് നിർമ്മാണത്തിന് 2 കോടി, കാർഷിക രംഗത്ത് വിവിധ പ്രവർത്തനങ്ങൾക്കായി 1,36 ലക്ഷം, ക്ഷീരവികസന മേഖലയ്ക്കായി 40,20,000, ചെറുകിട പരമ്പരാഗത വ്യവസായ വികസനത്തിനായി 25 ലക്ഷം, കർഷകർക്ക് നാട്ടുചന്ത എന്ന ആശയത്തിൽ വിപണന കേന്ദ്രം നിർമ്മിക്കുന്നതിനായി 1,50 ലക്ഷം എന്നിങ്ങനെയും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭയുടെ സർവ്വതോന്മുഖ വികസനം ലക്ഷ്യമിടും വിധമാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ പറഞ്ഞു. ചെയർപേഴ്സൺ KT ജംസിയ യോഗത്തിൽ അധ്യക്ഷയായി. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherppalasheri.